ഇന്ന് ചെയ്യുന്നതാണ് SSC CGL 2024 ടയർ 1 12/9/2024 നടന്ന ഷിഫ്റ്റ് 1 ചെയ്യാൻ പോകുന്നു. മാത്സിലെ എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യാം. ഇതാണത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മാത്സിലായി ചോദിച്ചേക്കുന്നത് ഈ നമ്പർ 8 കൊണ്ടും 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ സ്റ്റാറിൻ്റെ ഡോളറിൻ്റെ സൈഡിൽ എന്താ വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആകുവാണെങ്കിൽ ആ നമ്പർ അവസാനിക്കുന്നത് എന്തായിരിക്കും? 5 കൊണ്ടോ 0 കൊണ്ടോ ആയിരിക്കും. അപ്പോൾ എല്ലാ ഓപ്ഷനിലും 5ഉം 0യും ആണ്. അപ്പോൾ ഇതിനകത്ത് ഏത് ഓപ്ഷൻ വേണമെങ്കിലും ആവാം. ഇനി ഇവിടെ ഈ നമ്പർ 8 കൊണ്ടാണ് ഡിവിസിബിൾ ആവുന്നെങ്കിൽ എന്താ ലാസ്റ്റ് 3 ഡിജിറ്റ് 8 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പം ഇവിടെ എന്താ 445 വരും. 445 8 കൊണ്ട് ഡിവിസിബിൾ ആണോ? ഇവിടെ 8 5 40, റിമൈൻഡർ 4, പിന്നെ 8 5 40. അപ്പം 55 പോയിൻറ്റ് ഇങ്ങനെ പോകും. അപ്പം 445 ഡിവിസിബിൾ അല്ല. 420 എങ്ങനെയാണ് ഡിവിസിബിൾ ആണോ? 420 നോക്കുമ്പോൾ എത്ര? 8 5 40, 2 റിമൈൻഡർ, 8 2 16. ഇതും ഡിവിസിബിൾ അല്ല. ഇനി 440 ഡിവിസിബിൾ ആണോ? ഇത് നോക്കുമ്പോൾ 8 5 40, 4 റിമൈൻഡർ, 8 5 40 വരും. അപ്പം 4ഉം 0യും വരുമ്പം 5 കൊണ്ടും ഡിവിസിബിൾ ആണ്, 8 കൊണ്ടും ഡിവിസിബിൾ ആണ്. ഇനി ഇത് ചെയ്ത് നോക്കുമ്പോൾ എന്താ നമുക്ക് ഡിവിസിബിൾ അല്ല എന്നാണ് കിട്ടുന്നത്. ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഈ പുള്ളിക്കാരൻ 5000 രൂപയുടെ സാധനത്തിൽ 3 സക്സസ് ഡിസ്കൗണ്ട് കൊടുത്തു. 20%, 15%, 10%. അങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5000 രൂപയുടെ സാധനത്തിൽ എത്രയാണ്? 20% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ ബാക്കി എത്രയാണുള്ളത്? 20% 1/5 ആണുള്ളത്. 1/5 ആണ് പെർസെൻറ്റേജ് വാല്യൂ വരുന്നത്. 1/5 20% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ ബാക്കി എത്രയാണുള്ളത്? ബാക്കി 4/5 ആണുള്ളത്. അപ്പം 4/5 ഇൻറ്റു ഇതുപോലെ 15% നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് 15/100 എഴുതാൻ പറ്റും. അപ്പോൾ എത്രയാണ്? 3/20 വരും. 15% 3/20 എഴുതാമെങ്കിൽ ബാക്കിയുള്ള 85% എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? ഈ 20 3 കുറച്ച് 17/20 എഴുതാൻ പറ്റും. ഇൻറ്റു 10% എന്താണ്? എനിക്ക് 1/10 എന്ന് എഴുതാൻ പറ്റും. 10% 1/10 ആണെങ്കിൽ ബാക്കി 90% എത്രയാണ്? 10 1 കുറച്ച് 9/10 എഴുതാൻ പറ്റും. 0 0 വെട്ടിപ്പോയി. 5 10 50 4 9 36. 36 × 10 ചെയ്യുമ്പോൾ 360 × 17 വരും. ഡിവൈഡ് ഒരു 2 കൂടെ ഉണ്ട് കേട്ടോ. ഈ 2 360 150 കൂടെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എത്രയാണ്? അല്ല 360 2 കൂടെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 150. 150 × 17 ചെയ്യുമ്പോൾ എത്രയാണ്? 30 60 വരും. ഓപ്ഷൻ ഫസ്റ്റാണ് കറക്റ്റ് ആൻസർ. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണ നമ്മൾ സക്സീവ് എടുക്കുന്ന പോലെ ചെയ്താലും മതി. അതായത് 20 15 10 ഡിസ്കൗണ്ട് കൊടുത്തെങ്കിൽ ഇത് രണ്ടിനെയും കൂടെ ആദ്യം ചെയ്യാം. അപ്പം 20 + 15 മൈനസ് 20 × 15/100 ചെയ്യുക. 20 10 30 35 മൈനസ് എത്രയാണ്? 30/10 വരും. അതായത് 3 വരും. ഇപ്പം എത്രയാണ്? 35 3 പോയാൽ 32 വരും. ഇനി 32ഉം 10ഉം കൂടി എടുത്ത് ചെയ്യുക. അതായത് 32 + 10 മൈനസ് 32 × 10/100 എത്രയാണ്? 42 മൈനസ് 3.2 ചെയ്താൽ എഫക്റ്റീവ് പെർസെൻറ്റേജ് കിട്ടും. അത് ചെയ്യുമ്പോൾ എത്രയാണ്? 38.8 അല്ലേ? അതായത് വേറൊന്നുമില്ല, ഇയാൾക്ക് മൊത്തം 38.8% ഡിസ്കൗണ്ടായിട്ട് കിട്ടും. 5000-ൻ്റെ 38.8% എടുത്തിട്ട് അത് 5000-ൽ നിന്ന് കുറച്ചാൽ മതി. അല്ലെങ്കിൽ 100-ൽ നിന്ന് 38.8 കുറയ്ക്കുമ്പോൾ എത്ര? 61.2 വരും. 5000-ൻ്റെ 61.2% എടുത്താലും മതി. അപ്പോഴെന്താണ്?
3060, അതായത് 3060 ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ചോദിച്ചേക്കുന്നത് ദ മെഷർ ഓഫ് ദ 3 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 17:13:15 ആണ്. ഫൈൻഡ് ദ പോസിറ്റീവ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ഓഫ് ദീസ് 3 ആംഗിൾസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 150 ഒരു ആംഗിളിൻ്റെ മൊത്തം സൈഡ് വരുന്നത്. അങ്ങനെയല്ല, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? 17, 13, 7, 3, 10, 30, 30, 10, 40, 45 വാല്യൂ ആണ് എന്താ 150. നമ്മളോട് ചോദിച്ചേക്കുന്നില്ല ഗ്രേറ്റസ്റ്റും സ്മോളസ്റ്റും തമ്മിലുള്ള ഡിഫറൻസാണ് ചോദിച്ചേക്കുന്നത്. ഗ്രേറ്റസ്റ്റ് 17, സ്മോളസ്റ്റ് 13. 17 13 പോയാൽ 4 വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 45. 150 ഡിവൈഡ് ബൈ 45 ചെയ്യുമ്പോൾ എത്രയാണ്? 4 വരും. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ 4 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 16 ആൻസർ കിട്ടും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ? എ സർട്ടൺ സം ഓഫ് മണി became 7 times of itself when invested at a certain rate of simple interest in 14 years. How much time will it take to become 18 times itself at the same rate എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് പ്രിൻസിപ്പളായിട്ട് ഒന്നിട്ടാൽ എമൗണ്ട് എത്ര? 7 കിട്ടും. ഇത് 14 വർഷം കൊണ്ടാണ് എന്ത് 1 7 അപ്പം 6 കൂടുന്നത് 14 വർഷം കൊണ്ടാണ്. 14 വർഷം കൊണ്ടാണ് 6 കൂടുന്നത്. ഒരു വർഷം കൊണ്ട് എന്താണ് 6/14 കൂടുന്നത്, അഥവാ 3/7 ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? 7 കൊല്ലം കൊണ്ട് 3 കൂടുകയുള്ളൂ. നമ്മളിവിടെ ചോദിച്ചേക്കുന്നത് എന്താ? 18 ടൈംസ് ആവണം. അതായത് 1 18 ആവണം. 17 കൂടണം. അപ്പം ഈ 3 7 വർഷം കൊണ്ടാണ് 3 ടൈംസ് കൂടുന്നത്. ഇപ്പം 3 എനിക്ക് എങ്ങനെയായാലും 17 ആകണം. അപ്പം 3 × 6 എത്രയാണ്? 18 വരും. അപ്പം അവിടെ 6 ചെയ്തുകൊണ്ട് ഞാൻ എന്താ ഇവിടെ 6 ചെയ്യുന്നത്. അപ്പം 6 36, 6 42 വർഷം കൊണ്ടാണ് 18 ടൈംസ് ആവുന്നത്. പക്ഷേ നമുക്ക് 18 വേണ്ട, 17 മതി. അപ്പം ഞാനിതിൻ്റെ താഴത്തെ എടുത്ത് നോക്കാൻ പോകാം. അപ്പം 3 × 5 ചെയ്താൽ എത്രയാണ്? 15 ടൈംസ് ആവുന്നത് നമുക്ക് നോക്കാം. 3 × 5 ചെയ്യുമ്പം എത്രയാണ്? 15 ടൈംസ് വരും. ഇവിടെ എത്രയാണ്? 7 × 5 തന്നെ ചെയ്യണം, കാരണം നമ്മൾ ഇപ്പുറത്ത് 5 ചെയ്ത്. അപ്പം 35 വർഷം കൊണ്ട് 15 ടൈംസ് കൂടുകയും ചെയ്യും. 42 വർഷം കൊണ്ട് 18 ടൈംസ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇതിനിടയ്ക്ക് വരുന്നൊരു സംഖ്യയാണ് ഇത് 17 ടൈംസ് കൂടുന്നത്. അപ്പം 35.5 എന്ന് പറയുന്നത് 35 ജസ്റ്റ് മുകളിലാണ്. അപ്പം അത് വരാൻ ചാൻസ് ഇല്ല. 42.78 എന്ന് പറയുന്നത് 42 മുകളിലാണ്, അതും വരത്തില്ല. 27.33 എന്ന് പറയുന്നത് ഇതിന് എല്ലാം താഴെയാണ്. ആൻസർ വരുന്നത് എത്ര? 39.67 വർഷം കൊണ്ടാണ് 17 ടൈംസ് ആവുന്നത്. അപ്പം 1 രൂപ എന്നുള്ളത് 18 ടൈംസ് ആവും. അങ്ങനെയല്ല, 1 രൂപ ഇട്ടാൽ എമൗണ്ട് 18 ആവും. 17 ഇൻട്രസ്റ്റും കിട്ടും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ ചോദിച്ചേക്കുന്നത്? ഇന്ന ട്രയാങ്കിൾ PQR, S is the midpoint of QR and S is the midpoint on the side QR such that PS perpendicular to QR എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിൾ വരച്ചോളൂ. PQR This is the midpoint of QR. PS perpendicular to QR എന്ന് പറഞ്ഞേക്കുന്നത്. PS perpendicular to QR ഇങ്ങനെ വരും. ഉത്തരം എന്താണ്? ഓപ്ഷൻ 4 PR² + QS². അതായത് PR² + QS² ഈക്വൽ ടു എന്താണ്? PQ² + SR² ആണ്. ഇത് പൈതഗോറസ് തിയറത്തിൻ്റെ തന്നെ ഒരു റീഅറേഞ്ച്ഡ് വേർഷനാണ്. രണ്ട് ട്രയാങ്കിൾ PSRഉം PSQവും എടുത്താൽ രണ്ടിലും പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം അതായത് 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അതായത് PS² + QS² ഈക്വൽ ടു എന്താണ്? PQ² ആണ്. അതുപോലെ തന്നെ PS² + RS² ഈക്വൽ ടു എന്താണ്? PR² ആണ്. ഇപ്പോൾ രണ്ട് ഇക്വേഷനിൽ കോമൺ ആയിട്ടുള്ള സംഭവം എന്താണ്? PS² ആണ് കോമൺ ആയിട്ടുള്ളത്. ഇവിടെ PS² ഈക്വൽ ടു എന്താണ്?
ക്യൂ സ്ക്വയർ മൈനസ് ക്യൂ എസ് സ്ക്വയർ എന്ന് വരും. അതായത് പി എസ് സ്ക്വയർ ഈക്വൽ ടു പി ക്യൂ സ്ക്വയർ മൈനസ് ക്യൂ എസ് സ്ക്വയർ എന്ന് വരും. ഇവിടെ എന്താ, ഇവിടെ പി എസ് സ്ക്വയർ എന്ന് പറയുന്നത് പി ആർ സ്ക്വയർ മൈനസ് ആർ എസ് സ്ക്വയർ എന്ന് വരും. ഇത് രണ്ടും എന്താണ്, ഇത് രണ്ടും പി എസ് സ്ക്വയറിന് ഈക്വലാണ്. ഇത് രണ്ടും പി എസ് സ്ക്വയറിന് ഈക്വൽ ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്, പി ക്യൂ സ്ക്വയർ മൈനസ് ക്യൂ എസ് സ്ക്വയർ ഈക്വൽ ടു പി ആർ സ്ക്വയർ മൈനസ് ആർ എസ് സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. ഇത് മൈനസ് മാറ്റാൻ ഈ ആർ എസ് സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈ ക്യൂ എസ് സ്ക്വയറിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി, ആൻസറായി. അതാണ് തന്നേക്കുന്ന ഓപ്ഷൻ 4. പി ആർ സ്ക്വയർ പ്ലസ്, അതായത് ഇവിടെ പി ആർ സ്ക്വയർ പ്ലസ് ക്യൂ എസ് സ്ക്വയർ വരും. ക്യൂ എസ് സ്ക്വയർ വരും. അതുപോലെ തന്നെ ഇവിടെ എന്താ, ഇത് മൊത്തം പോയിട്ട് പി ക്യൂ സ്ക്വയർ പ്ലസ് എസ് ആർ സ്ക്വയർ വരും. അതാണ് കറക്റ്റ് ആൻസർ. ഇനി ഇങ്ങനെയല്ല, ഇത് തിരിച്ച് ചോദിക്കാം. അതായത് പി ക്യൂ സ്ക്വയർ പ്ലസ് എസ് ആർ സ്ക്വയർ ഈക്വൽ ടു പി ആർ സ്ക്വയർ പ്ലസ് ക്യൂ എസ് സ്ക്വയർ. ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ ക്വസ്റ്റ്യനിൽ തരും. എന്നിട്ട് നടുക്കത്തെ ഈ ആംഗിൾ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ തിരിച്ച് ചോദിച്ചാലും ഉത്തരം അറിയാതിരിക്കണം. ക്വസ്റ്റ്യൻ എന്താ, എം ആൻഡ് എൻ walks along a circular track. They started 5 AM from the same point in the opposite direction. പിന്നെ പറഞ്ഞിരിക്കുന്നത് എം ആൻഡ് എൻ്റെ സ്പീഡ് ആണ്. എമ്മിൻ്റെ 5 റൗണ്ട് പെർ അവറും എന്നിൻ്റെ എന്താ 2 റൗണ്ട് പെർ അവറും റെസ്പെക്റ്റീവ്ലി. ഹൗ മെനി ടൈംസ് വിൽ ദേ ക്രോസ് ഈച്ച് അതർ ബിഫോർ 6:30 AM എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടുപേരും എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പം 5ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്, 7 ആണ് റിലേറ്റീവ് സ്പീഡ് വരുന്നത്. റിലേറ്റീവ് സ്പീഡ് 7 വരുന്നത്. അതുപോലെ എന്താണ്, 1 മണിക്കൂറിൽ ഇവർ കണ്ടുമുട്ടുന്നത് എത്രയാണ്, അത് 7 തന്നെയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്ക് സ്പീഡിൻ്റെ റേഷ്യോ തന്നിട്ടുള്ളൂ. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് അത് രണ്ടും കൂടെ കൂട്ടുക, അപ്പോൾ 7 കിട്ടും. ഈ 7 എന്ന് പറയുന്നതാണ് 1 മണിക്കൂറിൽ അവർ എത്ര തവണ മീറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ എണ്ണം. ഇത് പെർ മണിക്കൂറിൽ ഇവർ മീറ്റ് ചെയ്യുന്ന എണ്ണമാണ് 7 എന്നുള്ളത്. ഇനി ഇവർ സെയിം ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ എന്താണ്, 5-ൽ 2 പോയാൽ 3 വരും. അപ്പോൾ പെർ മണിക്കൂറിൽ ഒരു 3 തവണ മീറ്റ് ചെയ്യുള്ളൂ. ഇവിടെ 1 മണിക്കൂറിൽ ഇയാൾ എത്ര 7 തവണ മീറ്റ് ചെയ്യുന്നു മനസ്സിലായി. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഓപ്ഷനിലോട്ടൊന്ന് നോക്കി കഴിയുമ്പോൾ എന്താണ്, 7 തവണ 1 മണിക്കൂറിലാണ് മീറ്റ് ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് 1.5 മണിക്കൂറിലെ കാര്യമാണ്. അപ്പം 1.5 മണിക്കൂർ കൊണ്ട് എന്താണ് 7 കൂടുതൽ തവണ മീറ്റ് ചെയ്യും. 5 വരത്തില്ല, 3 വരത്തില്ല. 7 താഴെയാണ് 5ഉം 3ഉം വരുന്നത്. ആൻസർ വരുന്നത് 10. ഇനി അതങ്ങനെയല്ല ചെയ്യുന്നുണ്ട്, ഓപ്ഷൻ കണ്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ, 1 മണിക്കൂറിൽ 7 തവണ മീറ്റ് ചെയ്യും. അപ്പോൾ അരമണിക്കൂറിൽ എത്ര 3.5 ടൈംസ് മീറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ഇവിടെ 3.5 എന്ന് പറയുന്നൊരു സംഖ്യ വാലിഡല്ല. കാരണം എന്താ, മീറ്റ് ചെയ്യുന്ന വാല്യൂവിന് നമുക്ക് എങ്ങനെയാണ് 0.5 വെച്ച് പറയുന്നത്, ഒന്നിലെ 3 എന്ന് പറയാൻ പറ്റും. അപ്പം ഇത് 3.5 എന്നുള്ളത് നമ്മൾ 3 എന്ന് എടുക്കുക. അപ്പം 1 മണിക്കൂർ 7 തവണ, അരമണിക്കൂറിൽ 3 തവണ മീറ്റ് ചെയ്യും. അപ്പം 7 3 കൂടെ കൂട്ടിയാൽ 10 തവണ ആൻസർ കിട്ടും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ക്വസ്റ്റൻ എന്താ, 2 pipes A and B can fill the tank in 10 minutes and 20 minutes respectively. Pipe C can empty the tank in 30 minutes. If all the 3 pipes are opened at the same time in the beginning, however, pipe C is closed 2 minutes before the tank is filled. In what time will the tank will be full എന്നാണ് ചോദിച്ചത്. തന്നേക്കുന്ന 3 അളവ് വെച്ച് അങ്ങ് LCM എടുക്കുക. 10 A 10 B 20 C 30. ഇത് എംറ്റി ചെയ്യുക. C എംറ്റിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ LCM എടുക്കുമ്പോൾ എന്താ വരുന്നത്, 120 വരും. 120 60 വരും. ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ എങ്ങനെയാണ്, 60/10 ചെയ്യുമ്പോൾ 6 വരും. 60/20 ചെയ്യുമ്പോൾ എത്രയാകും, 3 വരും. 60/30 ചെയ്യുമ്പോൾ എത്ര, 2 വരും. ഇത് നെഗറ്റീവ് എഫിഷ്യൻസിയാണ് പൈപ്പ് സിക്ക്. ഇനി ഓൾ ദ 3 പൈപ്സ് ആർ ഓപ്പൺ അറ്റ് എ സെയിം ടൈം ഫ്രം ദ ബിഗിനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത്
എഫിഷ്യൻസി 6 3 -2 കൂടെ ഒന്നിച്ച് എത്രയോ നേരം വർക്ക് ചെയ്തു. അപ്പോൾ 6 + 3 -2 എത്രയോ നേരം വർക്ക് ചെയ്തു. പ്ലസ് അവസാനത്തെ 2 മിനിറ്റ് എന്താണ്, 6 3 മാത്രമേ വർക്ക് ചെയ്തുള്ളൂ. അപ്പോൾ 6 3 9 ഇൻറ്റു 2 മിനിറ്റ് ഈക്വൽ എത്രയാണ്, 60 വരും. അപ്പം 9 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 18 വരും. 60 10 പോയാൽ 50, 50 8 പോയാൽ 42 വരും. മൊത്തം പോയിട്ട് എന്താണ് ഈക്വൽ ടു 42 വരും. ഇവിടെ എക്സ് കാണാൻ എന്താ ചെയ്യേണ്ട, എക്സ് ഈക്വൽ ടു 42 ഡിവൈഡ് ബൈ 6 3 9 -2 ചെയ്യുമ്പോൾ എത്രയാണ്, 7 വരും. ഇവിടെ 7 വരും. 42 ഡിവൈഡ് ബൈ 7 എന്ന് പറഞ്ഞാൽ 6 മിനിറ്റാണ് ഇവർ 3 പേരും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്ത സമയം. പ്ലസ് അവസാനത്തെ ഒരു 2 മിനിറ്റും കൂടെ ഉണ്ട്. അതെന്താണ്, അത് എയും ബിയും തന്നെ വർക്ക് ചെയ്ത സമയം. അപ്പോൾ 6 2 ആൻസർ എത്ര, 8 എന്നാണ് ആൻസർ വരിക. 6 2 8 എന്നാണ് ആൻസർ വരിക. ഓപ്ഷൻ 2 8 കറക്റ്റ് ആൻസർ. 8ാമത്തെ ചോദ്യം എന്താ, ടോട്ടൽ നമ്പർ ഓഫ് സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് 29 10. ദെൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റാർട്ടപ്പ്സ് ഇൻ ദ എഡ്യൂക്കേഷൻ ആൻഡ് അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ 100% വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 360. 1% വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 3.6. 1% എന്ന് പറയുന്നത് 3.6 ഡിഗ്രിയാണ്. അല്ല, നമ്മളിവിടെ ഡിഗ്രി ഒന്നും ചെയ്യാൻ പോകണ്ട. ശരിക്കും നമുക്കിവിടെ 100% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുന്നത്, എത്രയാണ്, സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ 29 10. 100% എന്ന് പറഞ്ഞാൽ എന്താണോ അത് അങ്ങനെ തന്നെ എടുത്താൽ മതി. അപ്പം 10% വാല്യൂ എന്ന് പറഞ്ഞാൽ 294. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഏതാ, എഡ്യൂക്കേഷൻ സെക്ടറും അഗ്രികൾച്ചർ സെക്ടറും. അപ്പോൾ 24 10 34 34 36% വാല്യൂ ചോദിച്ചിരിക്കുന്നു. 10% വാല്യൂ 290 ആണെങ്കിൽ 30% വാല്യൂ എത്രയായിരിക്കും, 291 ഇൻറ്റു 3 ചെയ്താൽ മതി. എത്ര, 873 വരും. അപ്പോൾ 10% വാല്യൂ 291 ആണെങ്കിൽ 1% വാല്യൂ എത്രയാണ്, 29.1 എന്ന് എടുക്കാം. ഇപ്പോൾ 29 എന്ന് എടുക്കാം. അപ്പോൾ 6% വാല്യൂ എന്ന് പറഞ്ഞാൽ 29 ഇൻറ്റു 6 ആണ്. 6 9 54 6 2 12 5 17 174 കൂടെ ഇതിനൊപ്പം കൂട്ടണം. അപ്പോൾ അത് ചെയ്താൽ 36% വാല്യൂ കിട്ടും. 174 ഇതിൻ്റെ കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്, 4 3 7 14 1 10 47 വരും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഇൻകം ഓഫ് പി ക്യു ആൻഡ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 10 12 9 ആൻഡ് ആർ എക്സ്പെൻഡിച്ചർ ആർ ഇൻ ദ റേഷ്യോ ഓഫ് 12 15 8. ഇഫ് ക്യു സേവ്സ് 25% ഓഫ് ഹിസ് ഇൻകം ദെൻ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സേവിങ്സ് ഓഫ് പി ക്യു ആൻഡ് ആർ എന്നാണ് ചോദിച്ചത്. ഇവിടെ ഇൻകത്തിൻ്റെ റേഷ്യോ എത്രയാണ്, 10:12:9. ഇത് ഇൻകം. എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ 12 15 8. സേവിങ്സിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചറാണ് സേവിങ്സ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇഫ് ക്യൂ സേവ്സ് 25% ഓഫ് ഹിസ് ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 25% നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്, 1/4 എന്ന് എഴുതാൻ പറ്റും. അപ്പം ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇൻകം 4 ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ 1 ആണ്. സോറി അങ്ങനെയല്ല, ഇൻകം 4 ആണെങ്കിൽ സേവിങ്സ് 1 ആണ്, എക്സ്പെൻഡിച്ചർ 3 ആണ്. അപ്പോൾ ഇവിടെ പി ക്യു ആർ വരും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്യൂവിൻ്റെ ഇൻകത്തിൻ്റെ 25% അയാൾ സേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 12 15 നേരെ മൈനസ് ചെയ്യാൻ പറ്റത്തില്ല, മൈനസ് ചെയ്താൽ ശരിയാകത്തില്ല. അപ്പം ഞാനിവിടെ നേരത്തെ കണ്ടുപിടിച്ചത് എന്താണ്, ക്യൂവിൻ്റെ ഇൻകം 4 വരണം, എക്സ്പെൻഡിച്ചർ 3 വരണം, സേവിങ്സ് 1 വന്നാൽ എനിക്കിവിടെ ഈ 25% എന്ന് പറയുന്ന കേസ് സാറ്റിസ്ഫൈ ആകും. ഇവിടെ 12 15
എന്നുള്ളതിന് 4:3:1 എന്നുള്ള റേഷ്യോ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണ്ടേ? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്യൂവിൻ്റെ പാർട്ട് രണ്ടും സെയിം ആക്കണം. സെയിം ആക്കാൻ 12 × 5 ചെയ്താൽ 60 വരും, 15 × 4 ചെയ്താലും 60 വരും. ഇത് റേഷ്യോ ആയതുകൊണ്ട് ×5 ചെയ്താൽ എല്ലായിടത്തും ചെയ്യണം. അപ്പം ×5 ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഇവിടെ 50 വരും, ഇവിടെ 60 വരും, ഇവിടെ എത്രയാണ്? 45 വരും. അതേസമയം ഇവിടെ 12 × 4 ചെയ്യുമ്പോൾ ഇവിടെ 48 വരും, ഇവിടെ 15 × 4 ചെയ്യുമ്പോൾ 60 വരും, 8 × 4 ചെയ്യുമ്പോൾ എത്രയാണ്? 32 വരും. ഇവിടെ രണ്ടും ക്യൂവിൻ്റെ ഭാഗത്ത് 60 ആക്കി. ഇനി അടുത്ത് ശ്രദ്ധിച്ചിരിക്കണം, അതായത് ഇനി ഈ ക്യൂവിൻ്റെ ഭാഗത്ത് 4:3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്താ? ജസ്റ്റ് ആ 4 3 ഇൻറ്റു ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇൻറ്റു ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ്? എല്ലായിടത്തും 4 ഇൻറ്റു ചെയ്യണം. എന്താണ്? അത് റേഷ്യോയുടെ നിയമമാണ്. അപ്പോൾ ഇവിടെ മുകളിൽ എല്ലായിടത്തും 4 കൊണ്ട് ഇൻറ്റു ചെയ്തു, താഴെ എല്ലായിടത്തും 3 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ പുതിയ റേഷ്യോ എന്താ വരുന്നത്? 50 4 എത്ര? 200 വരും. 6 4 24 240 വരും. 45 × 4 ചെയ്യുമ്പോൾ 180 വരും. ഇതുപോലെ തന്നെ 48 × 3 ചെയ്യുമ്പോൾ എത്രയാണ്? 144 വരും. ഈസ്റ്റു ഇവിടെ 180 വരും. 106 വരും. ഇനിയിപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്? ഇനിയുള്ള പണി എന്ത് മാത്രമേ ഉള്ളൂ? ഇത് ജസ്റ്റ് മൈനസ് ചെയ്ത് വിടുക. അപ്പം 56:60 180 96 പോയ എത്രയാണ്? 90 90 60 84 വരും. ഇത് ഇനി എന്താ? 4 കൊണ്ട് കട്ട് ചെയ്യുക എല്ലായിടത്തും. ഇപ്പോൾ പകുതിയുടെ പകുതി എടുത്താൽ മതി. ഇപ്പം 14:15:21 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ആദ്യം തന്നെ കാണുമ്പോൾ ചിലപ്പം മനസ്സിലായെന്ന് വരില്ല, ഒന്നും കൂടെ ഒന്ന് കണ്ടാൽ സെറ്റാവും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. t = 2/5 എന്നുണ്ട്. ദെൻ ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ t³ + 3/5 ദ ഹോൾ ക്യൂബ് പ്ലസ് 9/5t എത്രയാണ് ചോദിച്ചത്? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് 2/5 ദ ഹോൾ ക്യൂബ് പ്ലസ് 3യുടെ ക്യൂബ് എത്രയാണ്? 27/125 പ്ലസ് 9/5 ഇൻറ്റു 2/5. 2³/5³ വരുമ്പോൾ എത്രയാണ്? 8/125 വരും. 8/125 27 8 കൂടെ കൂട്ടിയാൽ 35/125 പ്ലസ് ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയാണ്? 18/25 വരും. മുകളിൽ നിന്ന് ഞാൻ 5 കൊണ്ട് കിട്ടുമ്പോൾ എത്രയാണ്? 7 5 35 125/5 ചെയ്യുമ്പോൾ എത്രയാണ്? 25 വരും. ഇനി ജസ്റ്റ് ചുമ്മാ കൂട്ടിയാൽ മതി. 18 7 കൂടെ കൂട്ടിയാൽ 25 വരും. 25/25 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ആവറേജ് ഓഫ് 12 നമ്പേഴ്സ് ഈസ് 48. ആവറേജ് ഓഫ് ഫസ്റ്റ് 5 നമ്പർ എന്ന് പറയുന്നത് 45 ആണ്. ആൻഡ് ആവറേജ് ഓഫ് നെക്സ്റ്റ് 4 നമ്പർ എന്ന് പറയുന്നത് 52. ദ 10th നമ്പർ ഈസ് 10 ലെസ് ദാൻ ദ 11th നമ്പർ ആൻഡ് 5 മോർ ദാൻ ദ 12th നമ്പർ. ദെൻ ദ ആവറേജ് ഓഫ് 11th ആൻഡ് 12th നമ്പർ ഈസ് എത്രയെന്ന് ചോദിച്ചു. ഇപ്പോൾ ഇവിടെ മൊത്തം 12 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 48 ആണ്. അതിനകത്ത് തന്നെ ആദ്യത്തെ 5 നമ്പറല്ലേ?
ഫസ്റ്റ് 5 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്ര? അത് 45. ആദ്യത്തെ 5 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 45. പിന്നെയുള്ള 4 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്ര? 52. പിന്നെ പറഞ്ഞിരിക്കുന്നത് 10ാമത്തെ നമ്പർ എന്ന് പറയുന്നത് 10 ലെസ് ദാൻ 11th നമ്പറാണ്. പിന്നെയുള്ള 10, 11, 12, 12th, 11th, 10th, 11th, 12th. ഇപ്പം നമുക്കിവിടെ കൺവെൻഷണൽ മെത്തേഡ് ചെയ്യാം. അതായത് 12 × 48 ചെയ്യുമ്പോൾ മൊത്തം 12 അക്കങ്ങൾ സമ്മ് കിട്ടും. അപ്പം 8 2 16, 1 1 8. ഇപ്പോൾ 8 1 8, 4 2 8, 16, 7, 1 റിമൈൻഡർ, 4 1 4, 576 വരുന്നത്. 576 ഈ 45 × 5ഉം 52 × 4ഉം കുറയ്ക്കണം. അപ്പം 45 × 5 ചെയ്യുമ്പോൾ എത്രയാണ്? 450ൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ എത്രയാണ്? 225 വരും. അപ്പം -225 മൈനസ് 50 × 4 ചെയ്യുമ്പോൾ എത്രയാണ്? 200 വരും. 4 2 6 വരും. 4 2 8 വരും. അപ്പം 208 വരും. അപ്പോൾ 576 ന്ന് 225ഉം 208ഉം കൂടെ കൂട്ടി എത്രയാണ്? 433 വരും. 576 ന്ന് 433 പോയാൽ ബാക്കി എത്രയാണ്? 143 വരും. അപ്പം ഈ 3 നമ്പറിൻ്റെ സമയം എത്രയാണ്? 143 മനസ്സിലായി. ഇനി ആ 3 നമ്പർ എടുക്കുമ്പോൾ ഏതാ? 10th, 11th, 12th. ഇഫ് ദ 10th നമ്പർ ഈസ് 10 ലെസ് ദാൻ 11th. 11th നമ്പറിന് ഞാൻ എക്സ് എടുക്കുക. അപ്പം 10 ലെസ് ദാൻ ദ 11th നമ്പർ എന്ന് പറഞ്ഞത്. അപ്പോൾ x - 10 ആണ് 10th നമ്പർ. ഇപ്പോൾ 5 മോർ ദാൻ ദ 12th എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ 5 ഇവിടെ കൂടുതലാണ്. അപ്പം x - 10 + 5 വരും. x - 10 + 5 വരും. -10 + 5 എത്രയാണ്? അത് -5 ആണ്. അപ്പം അവിടെ x - 5 വരും. അങ്ങനെയല്ല, അതായത് ഒന്നുകൂടെ പറയാം. അതായത് 10th നമ്പർ x - 10 ആണെങ്കിൽ 12th നമ്പർ x - 10നേക്കാളും 5 കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ x - 10നേക്കാളും 5 കൂടുമ്പോൾ എത്രയാണ്? x - 15 ആവുക. ഇതിൻ്റെ മൂന്നിൻ്റെയും സം എന്ന് പറയുന്നത് എത്രയാണ്? 143. അപ്പോൾ x - 10 + x + x - 15 കൂട്ടുമ്പോൾ എത്രയാണ്? എക്സും എക്സും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 3x ആവും. അപ്പോൾ -10 + -15 ചെയ്യുമ്പോൾ എത്രയാണ്? -25 ആണ്. ഈക്വൽ ടു എത്രയാണ്? 143. അപ്പോൾ 3x ഈക്വൽ ടു എത്രയാണ്? 168 വരും. കാരണം 143 25 കൂട്ടിയാൽ 168 വരും. 3x ഈക്വൽ ടു 168. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 168/3 ചെയ്യുമ്പോൾ 56 വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ആവറേജ് ഓഫ് 11th ആൻഡ് 12th നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ഈ എക്സും x - 15ൻ്റെ ആവറേജാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 56 ആണ്. അപ്പോൾ 56 പ്ലസ് x - 15 എത്രയാണ്? 56 ന്ന് 10 പോയാൽ 46, 46 ന്ന് 5 പോയാൽ 41/2 ചോദിച്ചിരിക്കുന്നത്. 50, 40, 90, 96, 97, 97/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 48.5 ആണ് കറക്റ്റ് ആൻസർ. ഇത് നോർമൽ മെത്തേഡാണ്. ഇതിനൊരു ഡീവിയേഷൻ മെത്തേഡും കൂടെ ഉണ്ട്. അത് എളുപ്പമാണോ എന്ന് അറിയത്തില്ല, ചെയ്ത് നോക്കാം. ഒരു ചിലപ്പോൾ എളുപ്പമായിരിക്കും. അത് ഇതിൽ പെട്ടെന്ന് ആൻസർ കിട്ടും. അതെങ്ങനെയാണ്? 12 എണ്ണത്തിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 48. പിന്നെ ആദ്യത്തെ 5 എണ്ണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വന്നേക്കുന്നത് എത്രയാണ്? 45. പിന്നത്തെ നെക്സ്റ്റ് 4 നമ്പറിൻ്റെ ആവറേജ് എത്രയാണ്? 52. നമ്മളോട് ചോദിച്ചേക്കുന്നത് ലാസ്റ്റ് 2 നമ്പറിൻ്റെ ആവറേജ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു നമ്പറുണ്ട്.
ഡീവിയേഷൻ എടുക്കുമ്പോൾ എത്രയാണ്? 48 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 45 എത്രയാണ്? 3 കുറവാണ്, -3 കുറവാണ്. എത്രയില്ല? 5 സംഖ്യകൾ ഇൻറ്റു 5 ചെയ്യുമ്പോൾ സം എത്രയാണ്? 15 ഇവിടെ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ മൊത്തം ആവറേജ് 48 നെക്സ്റ്റ് 4 കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ്? ഇവിടെ 48 വെച്ച് നോക്കുമ്പോൾ 4 കൂടുതലാണ്. അപ്പോൾ +4 ഇൻറ്റു എത്ര സംഖ്യ? 4 അപ്പോൾ ഇൻറ്റു 4 വേണം. അപ്പോൾ 16 വരും. ഇവിടെ -15 ഇവിടെ +16 വേണം. ആവറേജ് 48 പിന്നെയുള്ള 5 സംഖ്യയും ആദ്യത്തെ 5 സംഖ്യയും പിന്നെയുള്ള 4 സംഖ്യയും കൂടെ കമ്പയർ ചെയ്യുമ്പം മൊത്തം സമ്മൽ വ്യത്യാസം വരുന്നത് എത്ര? ഇവിടെ -15, ഇവിടെ +16. അപ്പം 1 കൂടുതലാണ്. മൊത്തം 12 അക്കങ്ങളുടെ ആവറേജ് 48. ഇവിടെ +1 സമ്മ് വരുന്നുണ്ട്. അപ്പം ഇനി അവസാനത്തെ 3 സമ്മ് വരുമ്പോൾ എന്താ? ഈ +1 അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ഈ അവസാനത്തെ 3 സമ്മ് വരുമ്പം ഇവിടെ -1 സാധാരണ സമ്മിനേക്കാൾ -1 കൂടുതലായിരിക്കും. കാരണം എന്താ? ആദ്യത്തെ 5 അക്കവും ആദ്യത്തെ 5 അക്കങ്ങളുടെയും പിന്നത്തെ 4 അക്കങ്ങളുടെയും സമ്മിൽ എന്താണ്? ഒരു +1 കൂടുതലാണ്. ഈ +1 എന്താണ്? ലാസ്റ്റത്തെ 3 മൈനസ് ചെയ്ത് പോകണം. ഇനി എന്താ? ഇത് 10th നമ്പർ, 11th നമ്പർ, 12th നമ്പർ, ഇവരുടെ 3ൻ്റെയും കൂടെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പം 12 അക്കങ്ങളുടെ ആവറേജ് 48. അപ്പം ഇതെല്ലാം നമ്മളെന്താ? 48 എന്ന് തന്നെ അസ്യൂം ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 48 ഇൻറ്റു 3 വരും. പിന്നെ എന്താണ്? ഒരു -1 കൂടെ കൊടുക്കണം. എന്നാലേ എന്ത്? ഇവിടെ എന്താ? 48 ഇൻറ്റു 3 -1 ചെയ്യുമ്പോൾ എത്രയാണ്? 143 വരും. 144 -1 143 വരും. ഇനി എന്താ? ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 3 നമ്പർ x -10 x -15 എന്ന് എടുത്തിട്ട് x -15 എടുക്കുക ഈക്വൽ ടു എന്താണ്? 143 സോൾവ് ഫോർ x ചെയ്യണം. ഇവിടെ നിന്നിട്ടുള്ള സ്റ്റെപ്പ് നേരത്തെ നമ്മൾ ചെയ്ത സെയിമാണ്. അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് അറ്റ്ലീസ്റ്റ് 40% in mathematics are required for pursuing higher studies in mathematics, how many students will be eligible to pursue higher studies in mathematics എന്ന് ചോദിച്ചിരിക്കുന്നത്. 50 മാർക്കിലാണ് പരീക്ഷ. ഔട്ട് ഓഫ് 50 എന്ന് പറയുന്നത് 50ന് 40% എടുക്കുമ്പോൾ എത്രയാണ്? 20 മാർക്കിന് മുകളിൽ വേണം. 20 മാർക്കിന് മുകളിൽ എത്ര ഉണ്ട്? 65 പേരുണ്ട്. 65 പേരാണ് ഹയർ സ്റ്റഡീസിന് ക്വാളിഫൈ ചെയ്തേക്കുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഗിവൺ ഇയേഴ്സ് വാസ് ദ പ്രൊഡക്ഷൻ ഓഫ് ബി ടൈപ്പ് റെഫ്രിജറേറ്റർ ക്ലോസസ്റ്റ് ടു ദ ഇറ്റ്സ് ആവറേജ് പ്രൊഡക്ഷൻ ഓവർ ദ ഗിവൺ ഇയേഴ്സ് എന്നാണ് ചോദിച്ചത്. ഇവിടെ ബിയുടെ ആവറേജ് കണ്ടുപിടിക്കണം. അപ്പോൾ 1800 ആവറേജിന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താ കൂടിയിരിക്കുന്നത്? 1090 കൂടി. 90 പ്ലസ് അടുത്ത എന്താ? 110 കൂടി. പിന്നെന്താ? 140 കൂടി. 160 കൂടി. ഡിവൈഡഡ് ബൈ 5 വരുന്നത്. കാരണം എന്താ? 1800 - 1800 0 വരും. ഇത് സം എടുക്കുമ്പോൾ എത്ര? 110 90 കൂട്ടുമ്പോൾ 200 140 300 വരും. 300 200 500 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് എത്രയാണ്? 100 കൂടുന്നത്. നമ്മൾ അസ്യൂം ചെയ്ത് ആവറേജിനെക്കാളും 100 കൂടും. ഇപ്പം 1900 ആവറേജ്. അപ്പം ഇതിനകത്ത് ഏതൊക്കെ വർഷം 1900 അടുത്ത് വരുന്നത്? 1890 വരും, 1910 വരും. ആൻസർ എന്താ? ബോത്ത് 2012 2013 കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞു തന്നേക്കുന്നത് 20 സെൻറ്റിമീറ്റർ. ദ ലാറ്ററൽ സർഫസ് ഏരിയ ഈസ് 1760 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇറ്റ്സ് വോളിയം എത്രയാണെന്നാണ് ചോദിച്ചത്. സർഫസ് ഏരിയ 2πRHൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. 1760. ഇതിനകത്ത് 6 കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ πr²Hൻ്റെ വാല്യൂ, അതായത് വോളിയത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. H 20.
അപ്പം ഇത് ഇൻറ്റു 20 എന്ന് വരും. ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ബൈ 20 ആവും. അപ്പോൾ 176 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്രയാണ്? 176 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 88 എന്ന് വരും. 88ഉം ഈ രണ്ടും കൂടെ വെട്ടി പോകുമ്പോൾ എത്രയാണ്? 44 വരും. ഈ പയ്യ് കൂടെ ഇങ്ങോട്ട് പോകുമ്പോൾ എത്രയാണ്? 44 ഇൻറ്റു 22/7 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് 7/22 എന്ന് വരും. അപ്പം 22 ഇൻറ്റു 2 ചെയ്യുമ്പോഴാണ് 44 വരുന്നത്. അപ്പം റേഡിയസ് എത്രയാണ്? 14 എന്ന് കിട്ടി. ഇനി ഇവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് 22/7 ഇൻറ്റു 14 ഇൻറ്റു 14 ഇൻറ്റു 20 ചെയ്താൽ മതി. അപ്പോൾ 7ഉം 14 വെട്ടിപ്പോയി 2 ആയി. 20 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്രയാണ്? 40 വരും. 40 ഇൻറ്റു 14 ചെയ്താൽ എന്താ? യൂണിറ്റ് ഡിജിറ്റ് 4 തന്നെ വരും. അത് ഇൻറ്റു 22 ചെയ്താൽ എന്താ? യൂണിറ്റ് ഡിജിറ്റ് 0 തന്നെ വരും. അപ്പോൾ എന്താ ഓപ്ഷൻ? ഒരു ഓപ്ഷനേ ഉള്ളൂ യൂണിറ്റ് ഡിജിറ്റ് 0 ആയിട്ട്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ? ഈ പുള്ളി 1200 രൂപ പുള്ളിയുടെ 3 കൂട്ടുകാർക്കിടയിൽ ഡിവൈഡ് ചെയ്യുക. 2:1:3 ആണ് ഡിവൈഡ് ചെയ്യുന്നത്. ദ എമൗണ്ട് ഈക്വൽ ടു ദ സം ഓഫ് ദ 3 times ദ ലാർജസ്റ്റ് ഷെയർ ആൻഡ് 2 times ദ സ്മോളസ്റ്റ് ഷെയർ ഈസ്. ദ എമൗണ്ട് ഈക്വൽ ടു ദ സം ഓഫ് 3 times ദ ലാർജസ്റ്റ് ഷെയർ ആൻഡ് 2 times ദ സ്മോളസ്റ്റ് ഷെയർ. ഓക്കെ. ഏറ്റവും കൂടുതൽ കിട്ടിയ ആളുടെ 3 ഇരട്ടിയും ഏറ്റവും കുറവ് കിട്ടിയ ആളുടെ 2 ഇരട്ടിയും കൂടെ സം എത്രയെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഏത് റേഷ്യോയിലാണ് ചെയ്തേക്കുന്നത്? 2:1:3 ആണ്. അപ്പോൾ 2 1 3 3 മൊത്തം 6 വാട്ട്സ് ആണുള്ളത്. 6 വാട്ട്സിൻ്റെ വാല്യൂ ആണ് 1200. 1 വാട്ടിൻ്റെ വാല്യൂ എത്രയാണ്? 6 2s 12 വരും. അപ്പം 1 വാട്ട് 200ആണ്. അപ്പം 2 കിട്ടിയ ആൾക്ക് എത്രയാണ്? 400 കിട്ടി. കാരണം എന്താ? 200 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 400 വരും. 1 കിട്ടിയ ആൾക്ക് 200 മാത്രമേ കിട്ടിയുള്ളൂ. 3 കിട്ടിയ ആൾക്ക് എത്രയാണ്? 3 ഇൻറ്റു 200 ചെയ്യുമ്പോൾ 600 വരും. ഏറ്റവും കൂടുതൽ കിട്ടിയത് 600 ആണ്. ഏറ്റവും കുറവ് കിട്ടിയത് എത്രയാണ്? 200 ആണ്. അപ്പം ഇതിൻ്റെ 3 ഇരട്ടി ഇതിൻ്റെ 2 ഇരട്ടിയല്ല ചോദിച്ചേക്കുന്നത്, 2 times ആണ് ചോദിച്ചേക്കുന്നത്. ഇത് ചെയ്താൽ മതി. 6 3s 18 1800 400 ചെയ്യുമ്പോൾ എത്ര? 2200 വരും. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഇവിടെ ചോദിച്ചേക്കുന്നത് എക്സ് പ്ലസ് 1/xൻ്റെ വാല്യൂ 15 ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ തന്നേക്കുന്നതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ട്രിക്ക് എന്താ? ഇപ്പം നമുക്ക് തന്നേക്കുന്ന എക്സ് പ്ലസ് 1/xൻ്റെ കാര്യം തന്നേക്കുന്നത്. അപ്പോൾ ഓർക്കണം x² + 1/x², അല്ലെങ്കിൽ x² - 1/x², അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ആയിരിക്കും ചോദിച്ചേക്കുന്നത്. അപ്പം ഇതിനെ എങ്ങനെയെങ്കിലും ഈ രീതിയിലേക്ക് ആക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിനെ ഞാൻ 7x² - 9x + 7നെ എന്താ ഒരു എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം അത് ന്യൂമറേറ്റർ ചെയ്യുമ്പോൾ എന്താണ് ഡിനോമിനേറ്ററിലും അത് തന്നെ ചെയ്യണം. അപ്പം 7x² - 9x + 7നെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 7x²നെ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 7x വരും. 7x വരും. മൈനസ് 9xനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 വരും. പ്ലസ് 7നെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7/x വരും. പിന്നെ ഡിനോമിനേറ്ററിനെ അത് തന്നെ ചെയ്തോളാം. x² എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x² എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് വരും. ഇവിടെ 1 വരും. പിന്നെ 1/x വരും. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് 7x + 7/x എഴുതുക. 7x + 7/x - 9 എന്ന് എഴുതുക. ഇവിടെ എന്താ? x + 1/x - 1 എന്ന് നോക്കുക. ഇനി ഇതിൽ നിന്ന് ഞാൻ എന്താ ഈ 7 കോമൺ എടുത്ത് പുറത്ത് വയ്ക്കുക. അപ്പം ഇവിടെ നിന്ന് 7 പുറത്തെടുത്ത് വയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? എന്ത് പറ്റും? ഇവിടെ ഈ 7 പോവും. ഇവിടെ ഈ 7 പോയിട്ട് 1 വരും. അപ്പം നമ്മുടെ ആൻസറായി കഴിഞ്ഞു. നമുക്ക് x² + 1/x² ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം x + 1/xൻ്റെ വാല്യൂ നമുക്കറിയാം എന്താ? 15. അപ്പം ഇത്രയും ഭാഗത്തുനിന്ന് പകരം 15 കൊടുത്താൽ മതി. ഇവിടെ ഇത്രയും പോയിട്ട് എന്താണ്? 15 വരും. ഇവിടെ എന്താണ്?
ഇത്രയും പോയിട്ട് 15 വരും. അപ്പോൾ 7 × 15 എന്ന് പറയുമ്പോൾ എത്രയാണ്? 105 വരും. 105 - 9 / 14 വരും. അപ്പം 105 ൽ 7 പോയാൽ എത്രയാണ്? 96 / 14 എന്ന് പറയും. 96 / 14 2 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? 48/7 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ? 2 ട്രയാങ്കിൾ ABC DEFും AB = FD എന്നാണ് പറഞ്ഞേക്കുന്നത്. ABC DEF AB = FD. ആംഗിൾ എയും ആംഗിൾ ഡിയും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ദ 2 triangles are congruent by SAS ആണെങ്കിൽ ഏത് ക്രൈറ്റീരിയ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം SAS എന്ന് പറയുമ്പോൾ 2 സൈഡ് അതിനിടയ്ക്കുള്ള ഒരു ആംഗിൾ. അപ്പം ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഈക്വലാണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഏതൊക്കെ സൈഡ് ഈക്വൽ ആവണം? ഈ 2 അതായത് ഈ 2 സൈഡിനും ഇടയ്ക്കുള്ള ആംഗിളും ഈക്വൽ ആണെന്നുണ്ട്. ആംഗിൾ എയും ആംഗിൾ ഡിയും ഈക്വൽ ആണെന്നുണ്ട്. അപ്പോൾ ഇനി ഓട്ടോമാറ്റിക്കലി DE = AC ആവണം. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് soap sold by a company Q and S together in May is what percentage more than the number of soap sold by P in July എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ Q and S in May ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ Q and S 15, 40, 17, 16 കൂടെ കൂട്ടിയാൽ എത്രയാണ്? 6, 4, 3, 7, 5, 2, 3276 Q and S മെയ്യിലുള്ള മൊത്തം വിൽപ്പന. ഇനി ഇതിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? P ജൂലൈ വിറ്റത്. അപ്പോൾ 18, 20 ജൂലൈ വിറ്റത്. ചോദ്യം കറക്റ്റായിട്ട് വായിക്കണം. ഈസ് വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ ദ നമ്പർ ഓഫ് സോപ്പ് സോൾഡ് ബൈ കമ്പനി P എന്നാണ് ചോദിച്ചിരിക്കുന്നത്. P ജൂലൈയിൽ, അതായത് P എന്ന് പറഞ്ഞ കമ്പനി ജൂലൈയിൽ ഉണ്ടാക്കിയ സോപ്പിനെ അപേക്ഷിച്ചാണ് നോക്കുന്നത്. അപ്പം Pയുടെ ജൂലൈ മാസത്തിലെ സെയിൽസാണ് അടി വരുന്നത് 18, 20 എന്നുള്ളത്. അപ്പം മോഡ് എന്താ വരുന്നത്? 3276 × 100 എന്ന് വരും. ഇതും വെട്ടിക്കളഞ്ഞു. അപ്പം 3276 / 182 ചെയ്യുമ്പോൾ എത്രയാണ്? ഇത് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 182 × 2 ചെയ്യുമ്പോൾ എത്രയാണ്? 164 വരുന്നത്. അപ്പം നമുക്ക് 327 മതി. അപ്പം 182 × 1 ചെയ്യുമ്പോൾ മാത്രമല്ല 1 മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം 327 ൽ 182 പോയാൽ എത്രയാണ്? 145 അപ്പം 145 വരും. 145 എടുക്കുമ്പോൾ എത്രയാണ്? 145 എടുക്കുമ്പോൾ 182 ചെറുതായതുകൊണ്ട് 0.8 കൊടുത്തോളാം. ഈ 1456 മൊത്തത്തിലെടുത്തോളാം. 1456 / 182 ചെയ്യുമ്പോൾ എത്രയാണ്? 8 വരും. അപ്പോൾ 1.8 × 10 എന്ന് വരും. എത്രയാണ്? 8. അപ്പോൾ ഇവിടെ 180 വരുന്നുണ്ടാവുക. അതായത് 180% കൂടുതലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ആൻസർ വരുന്നത് 80%. കാരണം ഈ 18, 20 എന്തുമാത്രം കൂടുതലാണ് ഇതെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം 18, 20 മൈനസ് ചെയ്തിട്ട് വേണമായിരുന്നു. അതായത് ശരിക്കും നമ്മൾ ചെയ്യുമ്പോൾ 32, 776 മൈനസ് 18, 20 / 18, 20 ചെയ്യുന്നെങ്കിൽ നമുക്കിവിടെ 80% കിട്ടിയാണ്. നമ്മളിവിടെ മൈനസ് ചെയ്യാതെ നേരെ 32, 76 നേരെ എടുത്തു. അതുകൊണ്ടാണ് നമുക്കിവിടെ 180 കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഇങ്ങനെയൊരു സംഭവമാണ് തന്നേക്കുന്നത്. എക്സിൻ്റെ വാല്യൂ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് 28.9 / x = x / 36.1. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര? x² = 28.9 × 36.1. ഇവിടെ ഇത് എനിക്ക് 259 17ൻ്റെ സ്ക്വയറാണ്. 361 19ൻ്റെ സ്ക്വയറാണെന്ന് പറയാം.
ഞാൻ എന്ത് ചെയ്തു, ഇത് രണ്ടിനെ ഒരു 10 കൊണ്ടായി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ഇവിടെയും ചെയ്യണം 10 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 10x² ഈക്വൽ ടു എന്താ പറയുക 259 ഇൻറ്റു 361 വരും. ഇനി എക്സിൻ്റെ വാല്യൂ വേണം എന്താ റൂട്ട് എടുത്താൽ മതി. അപ്പം എക്സ് ഈക്വൽ ടു റൂട്ട് 259 ഇൻറ്റു 361 വരും. റൂട്ട് 17 ഇൻറ്റു 19 വരും. 17 ഇൻറ്റു 13 ചെയ്യുമ്പോൾ എത്രയാണ് 323 വരും. ചെറിയൊരു അബദ്ധം പറ്റി, ഇവിടെ ഈ റൂട്ട് വേണ്ട. അപ്പം 323 വരും. അപ്പോൾ 10x വാല്യൂ ആണ് 320. എക്സ് ഈക്വൽ ടു 323 ഡിവൈഡ് ബൈ 10 വരും. അപ്പം 32.3 കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു 120 രൂപയുടെ പേയ്മെൻറ്റ് നടത്തിയത് 10.52 കോയിൻ വെച്ചാൽ മൊത്തം എത്ര 25 കോയിൻ ഉണ്ടായിരുന്നു. മൊത്തം 25 കോയിൻ യൂസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫോളോയിങ് ഈസ് എ നമ്പർ ഓഫ് 10 റുപ്പീസ് കോയിൻ ഇൻ ദ ഫോളോയിങ് പേയ്മെൻറ്റ് എന്നാണ് യൂസ് ചെയ്യുന്നത്. 10 രൂപയുടെ കോയിനുണ്ട്, 5 രൂപയുടെ കോയിനുണ്ട്, 2 രൂപയുടെ കോയിനുണ്ട്. ഇപ്പോൾ 10 രൂപയുടെ മൊത്തം എക്സ് കോയിൻ ഉണ്ടെന്ന് വയ്ക്കാം. അപ്പം 5 രൂപയുടെ വൈ കോയിനും ഇസഡ് രൂപയുടെ 2 രൂപയുടെ ഇസഡ് കോയിനും ഉണ്ടെന്ന് വയ്ക്കാം. ഇതെല്ലാം കൂടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സം എടുക്കുമ്പോഴാണ് ഈ 120 വരുന്നത്, മൊത്തം പൈസ വരുന്നത്. അതായത് 10x പ്ലസ് 5y പ്ലസ് 2z ചെയ്യുമ്പോഴാണ് മൊത്തം 120 വരുന്നത്. ഇതൊരു ഇക്വേഷൻ. ഇനി ഇതുപോലെ അടുത്തൊരു ഇക്വേഷനും കൂടി ഉണ്ടാക്കാൻ പറ്റും. കാരണം ടോട്ടൽ നമ്പർ ഓഫ് 25 കോയിൻസ് ആർ ദെയർ എന്നാണ് പറയുന്നത്. അപ്പോൾ x പ്ലസ് വൈ പ്ലസ് ഇസഡിൻ്റെ വാല്യൂ എന്താണ് 25 ആണ്. അപ്പോൾ ഇത് 2 ഇക്വേഷനാണ്. ഇവിടെ ഈ ഇക്വേഷൻ അങ്ങ് സോൾവ് ചെയ്താൽ ഉത്തരം കിട്ടും. ഒന്ന് മാച്ചിട്ട് വൃത്തിയായിട്ട് അതായത് നമുക്ക് കിട്ടിയ 2 ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ 10x പ്ലസ് 5y പ്ലസ് 2z ഈക്വൽ ടു 120 എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് എത്ര 25. ഇനി ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ ഇത് ഇക്വേഷൻ 2 ഇത് ഇക്വേഷൻ 1. ഞാനിവിടെ ഇക്വേഷൻ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ഇവിടെ 2x വന്നു, 2y വന്നു, 2z വന്നു. ഇനി ഇവിടെ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്ത് 10x നിന്ന് 2x പോയാൽ ബാക്കി 8x ഉള്ളൂ. 5y നിന്ന് 2y പോയാൽ ബാക്കി എത്ര 3y ഉള്ളൂ. ഇതും ക്യാൻസൽ ചെയ്ത് പോയി. 120 നിന്ന് 25 പോയാൽ എത്രയാണ് 95 വരും. സോറി, ഇവിടെ 95 അല്ല വരുന്നത്. കാരണം 25 ഇൻറ്റു 2 വരണം. 25 ഇൻറ്റു 2 വരുമ്പോൾ 50 വരും. ഇപ്പോൾ ഇവിടെ 70 വരുന്നത്. ഇനി ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുക? ഇനി ഇത് സോൾവ് ചെയ്തെടുക്കാൻ പോകണ്ട. കാരണം ഇതിനകത്ത് എക്സിന് ഓരോ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് 10 ഇട്ട് കൊടുക്കാം. അപ്പോൾ എക്സിന് 10 എടുത്ത് കൊടുത്താൽ 10 ഇട്ട് കൊടുത്താൽ എത്ര 80 വരത്തില്ല. അപ്പം 80 പ്ലസ് 3y ഈക്വൽ ടു 70 വരും. വൈയുടെ വാല്യൂ നെഗറ്റീവ് വരും. അപ്പം നമുക്ക് മനസ്സിലായി 10 എന്ന് പറയുന്ന വാല്യൂ എക്സിന് പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ 4 ഇട്ട് കൊടുത്താലോ. അപ്പം 8 ഇൻറ്റു 4 32 പ്ലസ് 3y ഈക്വൽ ടു എത്ര 70 വരും. ഇവിടെ 70 മൈനസ് 32 ചെയ്യുമ്പോൾ 38 വരും. 3y ഈക്വൽ ടു 38, y ഈക്വൽ ടു 38/3 എന്ന് വരും. അപ്പോൾ വൈക്ക് ഇവിടെ ഒരു ഇൻറ്റഗ്രൽ വാല്യൂ തന്നെ വേണം. അതായത് 1, 2, 3 എന്നുള്ള വാല്യൂ തന്നെ വേണം. അതായത് 3.5 അല്ലെങ്കിൽ 2.7 ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല. കാരണം ഇവിടെ y എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോയിൻസ്, നമ്പർ ഓഫ് 5 റുപ്പി കോയിൻസ് ആവും. ഇവിടെ 38 എന്നുള്ളത് 3യുടെ കറക്റ്റായിട്ട് ഒരു ഇൻറ്റഗ്രൽ വാല്യൂ വരത്തില്ല, പോയിൻ്റ് ഇട്ടേ വരത്തുള്ളൂ. അപ്പം ഇതുമല്ല. അപ്പം അടുത്ത ഓപ്ഷൻ ഇട്ട് നോക്കാം. 8x പ്ലസ് 3y ഈക്വൽ ടു 70ക്കകത്ത് എക്സിനകത്ത് 8 ഇട്ട് കൊടുക്കുക. അപ്പോൾ 64 പ്ലസ് 3y ഈക്വൽ ടു 70 വരും. 3y എന്ന് പറയുന്നത്
70 നിന്ന് 64 പോയ എത്ര 6 വരും. 6/3 എന്ന് പറയുന്നത് എത്ര 2 വരും. വൈയുടെ വാല്യൂ 2 എന്ന് കിട്ടി. അത് ഈ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിന് 8 വൈക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇസഡിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി എന്താ 15 വരുന്നത്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ 120 കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കാം. അതായത് 80, ഇവിടെ 80 വരും. ഇവിടെ എത്രയാണ് 5 × 2 എന്ന് പറയുമ്പോൾ 10 വരും. ഇവിടെ 2Z, അപ്പോൾ 2 × 15 എന്ന് പറയുമ്പോൾ 30 വരും. ഇപ്പോൾ കറക്റ്റായിട്ട് എന്താ 120 വരുന്നുണ്ട്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ, ഈ 2 cosec square theta plus 3 cot square theta 17 തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഓഫ് ദ തീറ്റ റേഞ്ച് വന്നേക്കുന്നത് 0-ക്കും 90-ക്കും ഇടയ്ക്കാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ cosec square theta cot square theta കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് cosec square theta മൈനസ് cot square theta ഈക്വൽ ടു 1 ആണെന്ന് എനിക്കറിയാം. ഈ cot square thetaനെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വിടുകയാണ് എന്ത് ചെയ്യുക, അതായത് cosec square theta ഈക്വൽ ടു 1 പ്ലസ് cot square theta എന്ന് വരും. ഇനി ഇവിടുത്തെ ഈ cosec square thetaക്ക് ഞാൻ 1 പ്ലസ് cot square theta എന്ന് കൊടുക്കുക. അതായത് 2 × 1 പ്ലസ് cot square theta പ്ലസ് 3 cot square theta എന്ന് പറയുന്നത് എത്രയാണ് 17 പറഞ്ഞിരിക്കുന്നത്. ഈ 2 കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, 2 പ്ലസ് cot square theta എന്ന് വരും. 2 പ്ലസ് 2 cot square theta വരും. ഇനി 2നെ എടുത്ത് ഇങ്ങോട്ട് വിടുമ്പോൾ എത്രയാണ് 17 മൈനസ് 2 15 ആവും. ഇവിടെ 2 cot square theta 3 cot square theta കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് 5 cot square theta is equal to 15 വരും. cot square theta എന്ന് പറയുന്നത് എത്രയാണ് 15/5 3 എന്ന് വരും. അപ്പോൾ cot square thetaയുടെ വാല്യൂ 3. അപ്പോൾ cot thetaയുടെ വാല്യൂ എത്രയായിരിക്കും √3 ആയിരിക്കും. cot thetaയുടെ ഏത് വാല്യൂവിനാണ് √3 വരുന്നത്, cot 30 ആണ് √3 വരുന്നത്. അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ തന്നേക്കുന്നത് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. 1 + sin √1 + sin θ/1 - sin θ ചോദിച്ചേക്കുന്നത്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും റൂട്ടായിട്ട് കിടപ്പുണ്ടെങ്കിൽ എന്താണ് അതിനെ റാഷണലൈസ് ചെയ്യാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മതി. അതായത് 1 + sin θ, ഇവിടെ 1 + sin θ വരും. ഇവിടെ ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും റൂട്ടിനകത്തൊക്കെ വരുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അത് യൂഷ്വൽ ചെയ്യുന്ന പ്രൊസീജിയറാണ് റാഷണലൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പം താഴെ എന്താ പറയുക a + b × a - b ഫോർമാറ്റിലാണ് വന്നേക്കുന്നത്. ഇവിടെ എന്താ ഒരു റൂട്ടും കൂടെ വരും. ഇതെന്തായിരിക്കും ഓക്കെ. അപ്പം 1 + sin square θ ഓക്കെ. ഇത് നമുക്ക് 1 + sin θ ഹോൾ സ്ക്വയറിന് എഴുതാൻ പറ്റാം. അങ്ങനെയല്ല, നമുക്കിത് ആദ്യം ചെയ്യാം. അതായത് ഇപ്പം 1 + sin θ × 1 + sin θ എന്താ √1 + sin θ ഹോൾ സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ എന്താ 1 - sin θ × 1 + sin θ എന്ന് പറയുമ്പോൾ a² - b², അതായത് 1² - sin square θ ആവും. ഇനി ഈ റൂട്ട് എന്നുള്ള എന്താണ്, ഇത് മൊത്തത്തിലുള്ള കേട്ടോ. ഇനി ഇവിടെ ഈ 1² എന്താ 1 തന്നെയാണ്. 1 - sin square θ എന്താണ്, അത് cos square θ. അപ്പോൾ ഇത് മൊത്തം പോയിട്ട് എന്താ cos square θ എന്ന് വരും. ഇവിടെ എന്താ ഇവിടെ സ്ക്വയർ ഉണ്ട്, ഇവിടെ സ്ക്വയർ ഉണ്ട്. സ്ക്വയറിന് മുകളിൽ റൂട്ട് വന്നതെന്താ ആ സ്ക്വയറും റൂട്ടും ഒഴിവാക്കിക്കോളാം, അത് രണ്ടും ക്യാൻസലായി പോകും. അപ്പം ഇവിടെ സ്ക്വയർ പോയി, അവിടെ സ്ക്വയർ പോയി, ഈ റൂട്ടും പോയി.
അപ്പോൾ 1 + sin θ / cos θ ആവും. ഞാൻ ഈ cos θ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പോകും. അതായത് 1/cos θ + sin θ / cos θ എന്നായി. നമ്മുടെ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. 1/cos θ എത്രയാണ്? 1/cos θ എന്ന് പറഞ്ഞാൽ sec θ ആണ്. അപ്പം sec θ + sin θ / cos θ എന്ന് പറയുന്നത് എത്രയാണ്? അത് tan θ. ഇതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ബ്രാക്കറ്റിനകത്ത് നിന്ന് തുടങ്ങണം. ഇതാണ് ഏറ്റവും ബ്രാക്കറ്റിനകത്ത് നിന്ന് തുടങ്ങേണ്ടത്. 14.5 ന് 13.5 കുറച്ച് എത്രയാണ്? 1 വരും. പിന്നെ 5 ന് 1 പോയാൽ എത്രയാണ്? 4 വരും. 4 ന് 3 പോയാൽ 5 ന് 1 പോയാൽ എത്രയാണ്? 4 വരും. അപ്പോൾ ഇത്രയും പോയിട്ട് എന്താണ്? ഇവിടെ 4 വരും. പിന്നെ 7 ന് 4 പോയാൽ എത്രയാണ്? 3 വരും. 3 - 3 എന്ന് പറയുന്നത് 0 വരും. ഇത്രയും പോയിട്ട് 0 വരും. 15.5 - 0 എന്ന് പറയുന്നത് എത്രയാണ്? 15.5 തന്നെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 സർക്കിൾ C1 and C2 ടച്ച് ഈച്ച് അതർ എക്സ്റ്റേണലി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 സർക്കിളുണ്ട്, അത് ടച്ച് എക്സ്റ്റേണലിയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് C1ൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 16 സെൻറ്റിമീറ്ററും C2ൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്ററുമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കോമൺ ടാൻജൻറ്റ്, അതായത് ഈ ടാൻജൻറ്റ് ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ടാൻജൻറ്റ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √d² - r1 - r2 ദ ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ √d² എന്ന് പറഞ്ഞാൽ ഈ 16 8 കൂടെ കൂട്ടുമ്പോൾ എത്രയായിരുന്നു? 24 വരും. √24² - r1 - r2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 16 - 8 ദ ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ 16 ന് 8 പോയാൽ എത്രയാണ്? 16 ന് 8 പോയാൽ എത്രയാണ്? അത് 8 തന്നെയാണ്. ഓക്കെ, 8 സ്ക്വയർ വരും. 24 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 576. 576 ന് 64 പോയാൽ എത്രയാണ്? √512 വരും. ഞാനിവിടെ ഈ 512 എങ്ങനെ എഴുതുന്നത്? 256 × 2 എന്ന് എഴുതാൻ പറ്റുമോ? 256 × 2 എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ 256 റൂട്ടിന് പുറത്ത് വരുമ്പോൾ എത്രയാണ്? അത് 16 ആവും. അപ്പം 16 √2 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് sin θ - 2 sin³ θ / 2 sin θ - cos θ ഹോൾ ക്യൂബ് ഇൻറ്റു tan θ - sec² θ എത്രയാണെന്ന് ചോദിച്ചത്. തന്നെടുത്ത് എഴുതാൻ ഇങ്ങോട്ട്. sin θ 2 sin³ θ ഡിവൈഡഡ് ബൈ 2 cos³ θ - cos θ ദ ഹോൾ ക്യൂബ് ഇൻറ്റു 1/tan θ - sec² θ. ഇവിടെ എന്താ ന്യൂമറേറ്ററിൽ ഞാൻ sin θ എടുത്ത് പുറത്ത് വയ്ക്കുക. അപ്പം sin θ പുറത്തെടുത്ത് വയ്ക്കും. 1 - 2 sin θ ഡിവൈഡ് ബൈ താഴെ cos θ ഞാൻ പുറത്തെടുത്ത് വയ്ക്കുക. കോമൺ ആയിട്ട് പുറത്ത് വയ്ക്കുമ്പോൾ എന്താ? cos² θ - 1 ഇൻറ്റു 1/tan θ - sec² θ വരും. ഇവിടെ ഹോൾ ക്യൂബ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 sin² θ ഉണ്ട്. ഇനി ഇവിടെ നോക്കുമ്പോൾ ഈ 1 - 2 sin² θ 2 cos² θ -1 സെയിം തന്നെ. അതേതാ? cos 2θ ഫോർമുലയാണ് കിടക്കുന്നത്. cos 2θ എങ്ങനെ എഴുതാൻ പറ്റും? ഒന്നുമില്ലെങ്കിൽ 1 - 2 sin² θ എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്? 2 cos² θ -1 എന്ന് എഴുതാൻ പറ്റും. ഇത് കൂടാതെ എങ്ങനെ എഴുതാൻ പറ്റും? cos² θ sin² θ എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതൊന്നുമല്ല, വേണമെങ്കിൽ tan θയുടെ
രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാൻ പറ്റും. എന്ത് ഈ കോസ് 2 തീറ്റ ആണ്. ഇവിടെ കോസ് 2 തീറ്റ എന്നുള്ളത് 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 രണ്ടും സെയിം തന്നെയാണ്. അതാണ് ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കിടക്കുന്നത്. അപ്പം സംശയം ഉണ്ടെങ്കിൽ എന്താണ് ഇവിടെ രണ്ടും കോസ് 2 തീറ്റ എന്ന് എഴുതിയിട്ട് വെട്ടി കളഞ്ഞോളുക. കോസ് 2 തീറ്റ അപ്പോൾ ഇതൊരു ക്യാൻസലായിപ്പോയി. അവിടെ അത്രയും പോയി കഴിഞ്ഞപ്പം എന്താ വന്നത്? സൈൻ ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ കോസ് ക്യൂബ് തീറ്റ എന്നായി. സൈൻ ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ കോസ് ക്യൂബ് തീറ്റ എന്നായി. അപ്പോൾ സൈൻ ക്യൂബ് തീറ്റ ബൈ കോസ് ക്യൂബ് തീറ്റ എന്താ? ടാൻ ക്യൂബ് തീറ്റ. ഇത്രയും പോയിട്ട് ടാൻ ക്യൂബ് തീറ്റയായി. അപ്പം ടാൻ തീറ്റയും വിട്ടുപോയി. ബാക്കി അവിടെ എന്താ ഉള്ളത്? ഒരു ടാൻ സ്ക്വയർ തീറ്റ ഉള്ളത്. ഇത്രയും പോയിട്ട് ടാൻ സ്ക്വയർ തീറ്റയായി. ഇത്രയായി കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി എന്താണ് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്നുള്ളത് എന്താണ് 1 ആണ്. ഇത് തിരിച്ചാവുന്നത് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സീക്ക് സ്ക്വയർ തീറ്റ എന്നുള്ളത് അപ്പോൾ എന്താണ് -1 വരും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഷിഫ്റ്റിലെ മാത്സിലെ എല്ലാ ക്വസ്റ്റിനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.